ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ബയോളജിയായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ടുള്ളത് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന പാഠഭാഗമാണ്. ഇതിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒരു കുട്ടി വാഴയുടെ വേരിലെ കോശങ്ങൾ നിരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നീട് നേരെ മൈക്രോസ്കോപ്പിലേക്കാണ് പോകുന്നത്. മൈക്രോസ്കോപ്പിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഐ പീസ് ഉണ്ട്. ഐ പീസ് നമ്മൾ ഇതിലൂടെയാണോ കാര്യങ്ങൾ നോക്കിക്കാണുന്നതാണ് ഐ പീസ്. അതിനുശേഷം നോബുകളുണ്ട്. നോബുകൾ തിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുമോ. നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസ് ഉറപ്പിച്ചിരിക്കുന്ന ആ ഭാഗത്തിൻ്റെ ചലനമാണ് ഇതുകൊണ്ട് സാധ്യമാവുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഒബ്ജക്റ്റിൻ്റെ അടുത്തുള്ളതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ശേഷം സ്റ്റേജ് ഉണ്ട്. ഇതാണ് സ്റ്റേജ്. അതിനുള്ളിൽ ക്ലിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് കണ്ടൻസർ ഉണ്ട്. പിന്നെ മിററും ഉണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു തത്വം? വസ്തുക്കളെ വലുതാക്കി കാണിക്കലാണ് മൈക്രോസ്കോപ്പിൻ്റെ ധർമ്മം. ഇതിനായി മൈക്രോസ്കോപ്പിൽ എന്ത് ഘടിപ്പിച്ചിരിക്കുന്നു? ലെൻസുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉണ്ടായിരിക്കും. മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണത്തെ പറ്റി പറയുന്ന സമയത്ത് സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിന് സമതല ദർപ്പണവും കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിന് കോൺകേവ് ദർപ്പണവുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസർ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. കണ്ടൻസറിൻ്റെ ഭാഗമായി വരുന്ന ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാനാണ് സഹായിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആവർത്തന ശേഷി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി ഏതൊക്കെ വിഭാഗത്തിൽപ്പെടും? 10x, അതുപോലെ തന്നെ 45x എന്നീ തരത്തിലാണ് നോർമലി കാണപ്പെടുന്നത്. ഐ പീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തൽ ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഒരു നിരീക്ഷണ വസ്തു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നീട് ഇതിൽ ചർച്ച ചെയ്യുന്നത്. നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നത് ആദ്യം തന്നെ അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മളെടുക്കുന്ന സ്പെസിമെൻ, ഇപ്പം എന്താണോ വാഴയുടെ വേരാണെങ്കിൽ അത് ഏതാണോ നമ്മുടെ സ്പെസിമെൻ, അതിൻ്റെ ഈർപ്പം അല്ലെങ്കിൽ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പെട്രോ ഡിഷിലെ ജലത്തിൽ അതിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നേർത്ത ഛേദങ്ങളായിട്ട് അത് മുറിച്ചെടുത്ത് ഏറ്റവും നല്ല വൃത്തിയുള്ള, അതായത് നേരെ റൗണ്ടിൽ തന്നെ കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ വക്കൊന്നും പൊട്ടാൻ പാടില്ല. അങ്ങനെയുള്ള ഏറ്റവും നല്ല സ്പെസിമെൻ നോക്കി സ്റ്റെയിൻ എടുത്തിരിക്കുന്ന വാഷ് ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. അതിനുശേഷം ഒരു സ്ലൈഡിൽ ഗ്ലിസറിൻ ഇറ്റിച്ച ശേഷം ആ സ്പെസിമെൻ അതിലേക്ക് മാറ്റി കവർ ഗ്ലാസ് ഇട്ടിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. ഇതാ ആവർത്തന ശേഷിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എത്രത്തോളമാണ് നമ്മൾ കാണുന്ന ഇമേജിനെ ബാധിക്കുന്നത് എന്നുള്ളത് ഇതിൽ കാണാം. ഇത് 10x ആവർത്തന ശേഷിയുള്ളതും ഇത് 45x ഉള്ളതുമായിട്ടുള്ളതിൻ്റെ 2 പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെസൊല്യൂഷൻ തന്നെ മാറിയത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് കോശത്തെ കണ്ടെത്തുന്നു. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത്, കോശത്തിന് ആ പേര് നൽകിയതും സെൽ, ചെറിയ അറ എന്ന അർത്ഥം വരുന്ന സെൽ എന്ന് വിശേഷിപ്പിച്ചതും റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെയാണ് ആദ്യമായി സെല്ല് ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ആദ്യമായി നിരീക്ഷിച്ച വ്യക്തിയും റോബർട്ട് ഹുക്ക് തന്നെയാണ്. കോശത്തെ പറ്റിയുള്ള കോശ പഠനം അറിയപ്പെടുന്ന വേറൊരു പേരാണ് കോശവിജ്ഞാനീയം എന്നുള്ളത്. കോശവിജ്ഞാനീയം. കോശവുമായി ബന്ധപ്പെട്ട് മറ്റ് ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ 4 പേരുടെ പേരുകളാണ് ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ആൾ റോബർട്ട് ബ്രൗൺ ആണ്. ഇദ്ദേഹമാണ് കോശകേന്ദ്രം കണ്ടെത്തി അതിന് ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. MJ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. തിയോഡർ ഷ്വാൻ ആവട്ടെ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിക്കുകയും നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിയമനം രൂപീകരിച്ചത് റുഡോൾഫ് വിർഷോയാണ്. 4 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. കോശ സിദ്ധാന്തം
കോശ സിദ്ധാന്തം രൂപീകരിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം രൂപീകരിക്കുന്നത്. അതിൻ്റെ മുഖ്യ ആശയങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. എന്തൊക്കെയാണ് കോശത്തിലെ ജീവധർമ്മങ്ങൾ? കോശത്തിലെ ജീവധർമ്മങ്ങളാണ് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുക, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുക എന്നിവ. ശേഷം ഒരു സസ്യകോശത്തിൻ്റെ ചിത്രം ചുവടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഭാഗങ്ങളായിട്ട് പറയുന്നത് മർമ്മമുണ്ട്, കോശസ്തരമുണ്ട്, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, ഹരിതകണം, കോശഭിത്തി, മൈറ്റോകോൺഡ്രിയോൺ, ഫേനം, ഗോൾഗി കോംപ്ലക്സ് എന്നിവയാണ്. കോശഭിത്തിയും കോശസ്തരം, കോശദ്രവ്യം, മർമ്മം എന്നിവയെ അറിയാം. ബാക്കിയുള്ളത് എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ വിശദമായിട്ട് പിന്നീട് തന്നിട്ടുണ്ട്. അതിനിടയിലാണ് ജീവദ്രവ്യവും കോശദ്രവ്യവും, അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ ബോക്സിലാക്കിയിട്ട് തന്നിട്ടുള്ളത്. അത് നോക്കാം. കോശസ്തരത്തിനുള്ളിലെ, കോശസ്തരം ഏതാണ്? ഇതാണ് കോശസ്തരം. ഏറ്റവും പുറമേ ഉള്ള ഈ ഷഡ്ഭുജാകൃതിയിലുള്ളത് കോശസ്തരം. കോശസ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്നാണ് പറയുന്നത്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഫുൾ എന്താണ്? ജീവദ്രവ്യമാണ്. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ഈ മർമ്മം അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ പറയുന്ന പേരാണ് എന്ത്? കോശദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫുള്ളായിട്ടുള്ളതിനെ പറയുന്നത് എന്താ? ജീവദ്രവ്യം എന്നാണ്. ബാക്കി മർമ്മം ഒഴികെയുള്ള ഭാഗത്തിന് പറയുന്നത് കോശദ്രവ്യം എന്നാണ്. കോശത്തിൽ അടങ്ങിയിട്ടുള്ള ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ് താഴെ പറഞ്ഞിരിക്കുന്ന മൈറ്റോകോൺഡ്രിയോണും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും റൈബോസോമും ഒക്കെ. മൈറ്റോകോൺഡ്രിയോൺ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോശാംഗങ്ങളിൽ ഒന്നാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോശാംഗമാണ്. അത് കോശത്തിലെ ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന ഒരു കോശാംഗമാണിത്. ഊർജാവശ്യം ഏറ്റവും കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയാണ്. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത, കോശത്തിനകത്തേക്കും പുറത്തേക്കും ഉള്ള പദാർത്ഥങ്ങളുടെ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ ഇതിനെ കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. റൈബോസോം കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായുമാണ് ഇത് കാണപ്പെടുന്നത്. അടുത്തത് ഫേനമാണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥരം. ഫേനം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ടത് ടോണോപ്ലാസ്റ്റ് എന്ന സ്ഥരത്തിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുക എന്നുള്ളതാണ് ഫേനത്തിൻ്റെ ധർമ്മം. ഗോൾഗി കോംപ്ലക്സ് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചിക്കുള്ളിലാക്കുന്നു. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. ഗോൾഗി കോംപ്ലക്സ് കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ഗ്രന്ഥികോശങ്ങളിലാണ്. അടുത്തത് വളർച്ചയുടെ പടവുകൾ. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് മാത്രം പറയാം. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്ന മൈക്രോസ്കോപ്പുകളെയാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് വസ്തുക്കളെ വളരെ വ്യക്തമായി അനേക ലക്ഷം മടങ്ങ് വലിപ്പത്തിൽ കാണിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് എത്രയായിരിക്കും? പരമാവധി 2000 മടങ്ങ് മാത്രമേ വലുതായി കാണിക്കാൻ കഴിയൂ. 2000 മടങ്ങ് വലുതായി കാണിക്കാൻ മാത്രമേ സാധാരണ മൈക്രോസ്കോപ്പിന് കഴിയുകയുള്ളൂ. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അടുത്തത് മർമ്മം എന്ന് പറയുന്ന സമയത്ത് തന്നെ മർമ്മപ്രധാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം മർമ്മം എന്ന് പറയുന്നത് ഒരു കോശത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മർമ്മം. കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും എല്ലാത്തിൻ്റെയും നിയന്ത്രകനാണ്, ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ചെയ്യുന്നത് മർമ്മമാണ്. ഇവയുടെ വിവിധ മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണത്തിൽ മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് ഇവയൊക്കെ നടക്കുന്നത്. അതായത് വിവിധതരം മാംസ്യ തന്മാത്രകൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ കോശത്തിനുള്ളിൽ, പല പല ജീവൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. അവയുടെ ഒക്കെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. ഇമ്പോർട്ടൻ്റ്. അടുത്തത് മർമ്മത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട്? മർമ്മദ്രവ്യം, കോശദ്രവ്യം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം.
മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയുമാണ് അതിനുള്ളിൽ കാണപ്പെടുന്നത്. മർമ്മസ്തരം, മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലത്തെ മർമ്മസ്തരം എന്ന് പറയുന്നു. അതിനുള്ളിൽ കെട്ടിപിണഞ്ഞ് വലക്കണ്ണികൾ പോലെ കെട്ടിപിണഞ്ഞ് കാണപ്പെടുന്ന ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. മർമ്മരന്ധ്രം, മർമ്മ സ്ഥലത്തിലെ സുഷിരങ്ങളെ പറയുന്ന പേരാണ് മർമ്മരന്ധ്രം. മർമ്മകം എന്താണ്? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മർമ്മത്തിനുള്ളിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് മർമ്മകം. ഇനി പ്രോകാരിയോട്ടുകൾ, യൂകാരിയോട്ടുകൾ. വ്യക്തമായ മർമ്മം അല്ലെങ്കിൽ സ്ഥരങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നില്ല എങ്കിൽ അത്തരം ജീവികളെ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. അടുത്തത് യൂകാരിയോട്ടുകൾ എന്തായിരിക്കും? വ്യക്തമായ മർമ്മത്തോട് കൂടിയത്, അല്ലേ? അതെന്തുണ്ടായിരിക്കും? സ്ഥലങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ഒരു ജീവികളാണ് യൂകാരിയോട്ടുകൾ. അതിന് എക്സാമ്പിൾ ജന്തുക്കൾ, സസ്യങ്ങൾ, അമീബ എന്നിവയാണ്. അടുത്തത് പറയുന്നത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളായ ജൈവ കണങ്ങളെ പറ്റിയാണ്. ജൈവ കണങ്ങൾ 3 തരമാണുള്ളത്. ഒന്ന് വർണ്ണഗണമാണ്, മറ്റേത് ഹരിതഗണമാണ്, 3 ശ്വേതഗണമാണ്. ഹരിതഗണത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഹരിതഗണം എന്നുള്ളത് ക്ലോറോഫില്ല്, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നതാണ് ഹരിതഗണം. വർണ്ണഗണം, വർണ്ണം, പൂക്കൾക്കും ഫലങ്ങൾക്കും വർണ്ണം കൊടുക്കുന്നത് വർണ്ണഗണമാണ്. വർണ്ണഗണങ്ങളിലെ ചില വർണ്ണകങ്ങളാണ് ഏതൊക്കെ? സാന്തോഫില്, അത് കൊടുക്കുന്നത് മഞ്ഞ കളറാണ്. കരോട്ടിൻ കൊടുക്കുന്നത് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ്. ആന്തോസയാനിൻ കൊടുക്കുന്നത് ചുവപ്പ്, പർപ്പിൾ തുടങ്ങിയ കളറുകളാണ്. ഇവയുടെ ഏറ്റക്കുറിച്ചിലുകളാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നമ്മൾ ചുവന്ന ചീരയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കളുണ്ട്. അതിനൊക്കെ വർണ്ണഗണമാണ് കാരണം. ഇനി ശ്വേതഗണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കളറില്ല. അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ആഹാര വസ്തുക്കളുടെ സംഭരണം ആണ്. ഇനി പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതഗണങ്ങൾ എന്തായി മാറപ്പെടും? വർണ്ണഗണങ്ങളായി മാറപ്പെടുന്നു. അതുപോലെ അന്നജം പഞ്ചസാരകളായും മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചി മാറ്റത്തിനും കാരണം. സസ്യകോശങ്ങളെയും ജന്തുകോശത്തെയും തമ്മിൽ ഒരു താരതമ്യമാണ് പിന്നീട് ഇവിടെ നടക്കുന്നത്. ഇതിൽ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന 2 കോശാംഗങ്ങളാണ് സെൻട്രോസോമും ലൈസോസോമും. സെൻട്രോസോം എന്താണ്? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. അടുത്തത് ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു. ജന്തുകോശത്തിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. ഇനി സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നത് എന്തൊക്കെയായിരിക്കാം? കോശഭിത്തിയുണ്ടൊന്ന്, പിന്നെ ഒന്ന് ഫാനമുണ്ട്, അതുപോലെ തന്നെ ജൈവ കണമുണ്ട്. ഇവിടെ ഒന്ന് പറയാൻ വിട്ടുപോയി, ജീവസ്തരങ്ങൾ എന്നാൽ എന്താണ്? ജീവസ്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശത്തിന് ഒരു സ്തരാവരണം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. കോശാംഗങ്ങൾക്കും സ്തരാവരണമുണ്ട്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്തരങ്ങളെ വർണ്ണതാര്യസ്തരങ്ങൾ, സെലക്റ്റീവ്ലി പെർമേബിൾ മെംബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നത്, അടുത്ത ചാപ്റ്റർ കോശജാലങ്ങൾ എന്ന ചാപ്റ്ററാണ്. അത് നമുക്ക് നോക്കാം. 2ാം അധ്യായം കോശജാലങ്ങൾ എന്നുള്ളതാണ്. ഇതിൽ ആദ്യം ഒരു കുട്ടി ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ശരീരഭാഗങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്, എന്നാൽ കണ്ണും മൂക്കും നാക്കും എല്ലാം എത്ര വ്യത്യസ്തമാണ്. അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും വിവിധ ഇനം കോശങ്ങളാണ് അവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ എന്താണ്, നാഡീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, ഇവയൊക്കെ ഘടനയിലും ധർമ്മത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. അങ്ങനെ ഇത്തരത്തിൽ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഒറ്റ കോശം ഉണ്ട് അല്ലെങ്കിൽ കോശങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കോശങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ ജീവപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? അല്ല, കോശങ്ങളുടെ കൂട്ടായ്മയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇത്തരം കോശജാലങ്ങളെയാണ് നമ്മൾ കലകൾ എന്ന് വിളിക്കുന്നത്. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്.
വൈവിധ്യമാർന്ന ശാരീരിക പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം നമ്മെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഒറ്റ കോശത്തിൽ നിന്നാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായി മാറുന്നു. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ഈ പ്രക്രിയയാണ് കോശ വൈവിധ്യവൽക്കരണം, സെൽ ഡിഫറൻസിയേഷൻ എന്നറിയപ്പെടുന്നത്. സിക്താണ്ഡം എന്നുള്ളത് വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത ഒറ്റ കോശമാണ്. അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഭ്രൂണകോശങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭ്രൂണകോശങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള കോശങ്ങളായിട്ട് മാറുന്നത്. ഓക്കെ, പിന്നീട് ഇവിടെ ഒരു പത്രക്കട്ടിങ്ങിൽ വിത്തുകോശത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് വിത്തുകോശം? ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങൾ. ഏത് കോശമായിട്ടും മാറാൻ പറ്റും. അതെങ്ങനെയാണ് മാറുന്നത്? ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്തുകോശങ്ങൾ മറ്റു കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത്. വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തുകോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ്. ഇവിടെയൊക്കെയാണ് വിത്തുകോശങ്ങൾ കാണപ്പെടുന്നത്. ശരീരത്തിൽ മജ്ജ, ത്വക്ക്, അന്നപഥം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്തുകോശങ്ങൾ കാണപ്പെടുന്നു. ഗവേഷണശാലയിലെ സവിശേഷ സാഹചര്യത്തിൽ വിത്തുകോശങ്ങളിൽ നിന്ന് അഭിലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിയും. അതാണ് കൃത്രിമ അവയവങ്ങളുടെയൊക്കെ രൂപപ്പെടലിലേക്ക് നയിച്ചത് ഈ ഒരു ടെക്നോളജിയാണ്. രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയ്ക്കും കൃത്രിമാവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്തുകോശ ഗവേഷണ രംഗം വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജന്തുകലകളെ പറ്റിയിട്ടാണ്. ജന്തുകലകളിൽ ആദ്യം ആവരണകലയാണ്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആവരണകലയാണ്. അന്നപഥത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്നതും ആവരണകലയാണ്. സംരക്ഷണവും ആഗിരണവും സ്രവങ്ങളുടെ ഉൽപാദനവുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. പിക്ചർ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്തത് നാഡീകലയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നതും നാഡീകലയാണ്. അടുത്തത് പേശികലയാണ്. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ്. കാരണം പേശികലയുള്ളതുകൊണ്ടാണ് നമുക്ക് ശരീരഭാഗങ്ങൾ ചലിപ്പിക്കാനും നടക്കാനും ഓടാനും ഒക്കെ കഴിയുന്നത്. അതുകൊണ്ട് ഇതിന് സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുകളുണ്ട്. ശരീരചലനം സാധ്യമാക്കുന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യോജകകലയാണ്. മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ യോജിപ്പിക്കുക, അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. എക്സാമ്പിൾ ഏതൊക്കെയാണ്? അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. പിന്നെ നാരുകലയാണ് അടുത്ത എക്സാമ്പിൾ. ഇത് ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അടുത്തത് രക്തമാണ്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. യോജകകലകളെപ്പറ്റി ഇപ്പുറത്ത് അധിക വായനക്ക് കൊടുത്തിട്ടുണ്ട്, നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജകകലകൾ നിർവഹിക്കുന്നത്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഏതാണ്? സ്നായുക്കൾ. അതുപോലെ തന്നെ കണ്ണുകളെയും വൃക്കകളെയും യഥാസ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് നാരുകലയാണ്. നാരുകല ചോദിച്ചാൽ കിട്ടണം. നാരുകല. ടെൻഡനുകൾ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നു. സ്നായുക്കൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. നാരുകൾ വൃക്കകളെയും കണ്ണിനെയും ഒക്കെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നു. യോജകകലകളായ അസ്ഥികലയും തരുണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദ്രാവകകലയായ രക്തവും യോജകകലകളിൽ പെടുന്നു. ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. ഇനി അടുത്തത് ഒരു മേജർ പോയിന്റ് ആണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് ഏത്? യോജക കലകൾ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. അടുത്തത് സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ജന്തുക്കളിൽ എന്തില്ല? വളർച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് കേന്ദ്രീകരിച്ചിട്ടില്ല.
ഇനി മെരിസ്റ്റമിക കലകൾ സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. അഗ്രസ്ഥാനത്ത് സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനത്ത്. കാണ്ഡം എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് തൈച്ചെടി ഉണ്ടാവില്ലേ, ആ ചെടിയുടെ അറ്റത്താണ്. ഓക്കെ, മെരിസ്റ്റമിക കോശവും ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കോശവും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനുണ്ട്. മെരിസ്റ്റമിക കോശത്തിൽ പറയുകയാണെങ്കിൽ കൂടുതൽ കോശദ്രവ്യം ഉണ്ടായിരിക്കും, കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി അഥവാ കട്ടി കുറഞ്ഞ കോശഭിത്തിയും താരതമ്യേന വലിയ മർമ്മവുമായിരിക്കും ഉണ്ടായിരിക്കുക. പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങളിൽ കുറച്ച് കോശദ്രവ്യമായിരിക്കും ഉണ്ടായിരിക്കുകയുള്ളൂ. കട്ടി കൂടിയ സസ്യഭിത്തി അല്ലെ കോശഭിത്തി ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെയോ താരതമ്യേന ചെറിയ മർമ്മമായിരിക്കും. ഇനി മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് സസ്യങ്ങളിൽ വിവിധ ഇനം സസ്യകലകൾ രൂപപ്പെടുന്നത്. ഓക്കെ, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം എന്നിവയാണ് വിവിധ ഇനം സസ്യകലകൾ. ഇതിൽ അതിന് മൈക്രോസ്കോപ്പിക് വിഷനാണ് ഉള്ളത്. അടുത്തത് സസ്യകലകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് പാരൻകൈമയാണ്. ഏറ്റവും ലഘുവായ കോശങ്ങൾ ചേർന്നാണ് പാരൻകൈമ ഉണ്ടായിരിക്കുന്നത്. മൃദുവായ സസ്യഭാഗങ്ങളിൽ ഇപ്പോൾ തളിരില, അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, ഏറ്റവും അറ്റത്തുള്ള തണ്ടിലൊക്കെ കാണപ്പെടുന്ന പാരൻകൈമയായിരിക്കും. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനുമാണിത് സഹായിക്കുന്നത്. കോളൻകൈമ എന്താണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങൾ ചേർന്നാണ് കോളൻകൈമ രൂപപ്പെട്ടിട്ടുള്ളത്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. അടുത്തത് സ്ക്ലീറൻകൈമയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കോശങ്ങൾ ചേർന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ചിരട്ടയിലൊക്കെ വളരെ കട്ടി കൂടിയ സ്ഥലങ്ങളിലാണ് സ്ക്ലീറൻകൈമ കാണപ്പെടുന്നത്. അടുത്തത് സംവഹന കലകളാണ് അഥവാ വാസ്കുലാർ ടിഷ്യൂ ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? സസ്യങ്ങളിൽ വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്നത് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ്. അവയാണ് സംവഹന കലകൾ. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാകയാൽ ഇതിനെ സങ്കീർണ കലകൾ എന്ന് വിളിക്കുന്നു. അപ്പം സങ്കീർണ കലകളാണ് ഇതൊക്കെ സൈലവും ഫ്ലോയവും. സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലെത്തിക്കുന്നു. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നുണ്ട്. സൈലം. ഇനി ഫ്ലോയം കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഫ്ലോയത്തിലൂടെയാണ്. ഓക്കെ, അടുത്തത് ഇങ്ങനെ കോശങ്ങൾ ചേർന്ന് കലകൾ ചേർന്ന് എന്താ ഉണ്ടാവുക? അവയവങ്ങളാണ് ഉണ്ടാവുക. അവയവങ്ങൾ ചേർന്നാണ് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു അവയവത്തിന് നിലനിൽപ്പില്ല, അതുപോലെ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു കലയ്ക്കും നിലനിൽപ്പില്ല. എല്ലാം കൂടിയ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ രൂപപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഹൃദയവും രക്തക്കുഴലുകളും ചേർന്നിട്ടാണ് രക്തപര്യന വ്യവസ്ഥ. അതുപോലെ തന്നെ മൂക്കും ശ്വാസനാളം ശ്വാസകോശമൊക്കെ ചേർന്നിട്ട് ശ്വസന വ്യവസ്ഥ. വൃക്ക മൂത്രവാഹി മൂത്രസഞ്ചയത് വിസർജന വ്യവസ്ഥയാണ്. തലച്ചോർ നാഡികളൊക്കെ ചേർന്ന് നാഡീ വ്യവസ്ഥയാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇത്തരം വ്യവസ്ഥകൾ അവയവ വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യ ശരീരം ആരോഗ്യത്തോടെ മുന്നോട്ട് പോവുകയുള്ളൂ. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആറ്റം ചേർന്ന് തന്മാത്ര രൂപീകരിക്കുന്നു. തന്മാത്രകൾ കൂട്ടം ചേർന്ന് കോശാംഗങ്ങളാണ് ചേർന്നിട്ടാണ് കോശം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് കലയുണ്ടാവുന്നു, കലകൾ ചേർന്ന് അവയവം ഉണ്ടാവുന്നു, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ ചേർന്നാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. ജീവി ചേർന്ന് ജീവിഗണം. ഇപ്പോൾ പശുവാണ് ഇവിടെ കാണുന്നത്, കുറേ പശുക്കളാണെങ്കിൽ അത് ജീവിഗണം, ഒരേ ഗണത്തിൽപ്പെട്ടത്. പിന്നെ ഒരുപാട് ടൈപ്പ് ജീവികൾ ചേർന്ന് ജീവി സമുദായം ഉണ്ടാകുന്നു. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. വീണ്ടെടുക്കാം വിളനിലങ്ങൾ. അധ്യായം 3 വീണ്ടെടുക്കാം വിളനിലങ്ങൾ. ഈ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ഭക്ഷ്യസുരക്ഷ എന്നതിനെ നിർവചിച്ചുകൊണ്ടാണ്. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യ സുരക്ഷ. ദാരിദ്ര്യഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത
ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ 1971 മുതൽ 2011 വരെയുള്ള കൃഷിയിടത്തിൻ്റെ വിസ്തൃതിയിലും ഉൽപാദനത്തിലും ജനസംഖ്യയിലും വന്ന മാറ്റങ്ങളാണ് പ്രതിപാദിക്കുന്നത്. കൃഷിയിടത്തിൻ്റെ വിസ്തൃതിയും ഉൽപാദനവും കുറയുന്നുണ്ട്, ഗണ്യമായി കുറയുന്നുണ്ട്. ജനസംഖ്യ പക്ഷേങ്കിൽ വിപരീതാനുപാതത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. അടുത്തതിൽ പറയുന്നത് കാർഷിക മേഖല ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇടനിലക്കാരുടെ ചൂഷണം, കാലാവസ്ഥാ മാറ്റം, വിലനഷ്ടം, ഉൽപാദന ചെലവ്, വിളനഷ്ടം, സ്ഥലപരിമിതി, പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും. ഇവയൊക്കെയാണ് കാർഷിക മേഖലയിലെ ഇന്ന് അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. ഇനി ഭക്ഷ്യസുരക്ഷയ്ക്ക് ആധാരം വളക്കൂറുള്ള മണ്ണ്. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. അവയെ അവശ്യ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവ അവശ്യ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അവശ്യ മൂലകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഉദാഹരണങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്നത് സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ്. കൃഷിയിടങ്ങളിൽ പയർവർഗ സസ്യങ്ങൾ വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. എന്താണ്? അവരുടെ വേരിലുള്ള അസറ്റോബാക്ടർ പോലെയുള്ളവ അല്ലെങ്കിൽ ഈ അന്തരീക്ഷ നൈട്രജൻ അല്ല, മണ്ണിലുള്ള നൈട്രജൻ നൈട്രേറ്റ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ കൃത്യമായ വളപ്രയോഗം വഴിയും മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാവുന്നതാണ്. മണ്ണിൻ്റെ pH മൂല്യവും സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മണ്ണിലടങ്ങിയ മൂലകങ്ങളുടെ അളവും pH മൂല്യവും മണ്ണ് പരിശോധനയിലൂടെ തിരിച്ചറിയാനാകും. ബാക്ടീരിയകൾ, കുമിളുകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര തുടങ്ങിയ ജീവിവർഗങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണ്. ആരൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ട്, കുമിളുകളുണ്ട്, ആൽഗ, ചിതൽ, മണ്ണിര തുടങ്ങിയ ജീവിവർഗങ്ങൾ. ഓക്കെ. അടുത്തത് എന്താണ്? മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ കർഷകർ പലതരം വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെയാണത്? രാസവളം ഉപയോഗിക്കാറുണ്ട്, ജൈവവളം ഉപയോഗിക്കാറുണ്ട്, പച്ചില വളം ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ജീവാണുവളം. എന്താണ് ജീവാണുവളം? മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ. ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായി റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറിലം തുടങ്ങിയ ബാക്ടീരിയകളും അസോള എന്ന സസ്യത്തെയും ഉപയോഗിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായി ഉപയോഗിക്കുന്നത്? റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറിലം തുടങ്ങിയ ബാക്ടീരിയകളും അസോള എന്ന് പറയുന്ന ജലസസ്യത്തെയും ഇതിന് ഉപയോഗിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവാണുവളം ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പാക്കണം. അതുപോലെ തന്നെ മതിയായ ജലസേചനം ഉണ്ടാകണം. രാസവളങ്ങളും കീടനാശിനികളും കൃഷിയിൽ ഉപയോഗിക്കരുത്. ഈ മുൻകരുതലുകൾ പാലിച്ചാൽ മാത്രമേ സൂക്ഷ്മജീവികൾക്ക് മണ്ണിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അടുത്തത് എങ്ങനെയാണ് കീടങ്ങളെ നിയന്ത്രിക്കുന്നത്? അതിന് മുകളിലുള്ളത് അമിതമായ ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊക്കെ നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇനി കീടങ്ങളെ നിയന്ത്രിക്കാമെന്നുള്ളതിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് കീടങ്ങളുടെ ആക്രമണം. ഇത് മറികടക്കാൻ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നത് സാധാരണയാണ്. കീടങ്ങളെ മുഴുവനായും കൊന്നൊടുക്കുക എന്നതാണ് രാസകീട നിയന്ത്രണത്തിൻ്റെ രീതി. എന്നാൽ കീടങ്ങൾ അതിജീവനശേഷി നേടുന്നതോടെ വീര്യം കൂടിയ കീടനാശിനികൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. രാസകീടനാശിനികളുടെ അമിത പ്രയോഗം ഒട്ടനവധി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉയർത്തുന്നതാണ്. ഓക്കെ. ഇനി ചുവടെ നൽകിയിട്ടുള്ള ലഘുലേഖ വായിക്കാനാണ് പറയുന്നത്. വായിച്ചു നോക്കാം. കീടങ്ങളും പ്രകൃതിദത്ത ശത്രുക്കളും. എന്തുകൊണ്ടാണ് ചില കീടങ്ങൾ ക്രമാതീതമായി പെരുകുന്നത്? അവയെ ഇരയാക്കുന്ന ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് ഇതിനൊരു പ്രധാന കാരണമാണ്. കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കാം. ആരെയൊക്കെയാണ് വിളിക്കാൻ പറ്റുന്നതെന്ന് ഓർമ്മിക്കുക. കീടങ്ങളെ ഭക്ഷണമാക്കുന്നവ, കീടങ്ങൾക്ക് രോഗം പരത്തുന്നവ, കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവ.
കീടനിയന്ത്രണത്തിന് ഈ ജീവികളുടെ സേവനം കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം. സംയോജിത കീടനിയന്ത്രണ മാർഗം ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിനു പകരം കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാന തത്വം. രാസ കീടനാശിനി പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ, മിത്രകീടങ്ങൾ, യാന്ത്രിക കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്ന രീതിയാണിത്. ഇനി ആധുനിക സാങ്കേതിക വിദ്യയും കീടങ്ങളും എന്നുള്ളത് അധിക വായനക്ക് കൊടുത്തിട്ടുണ്ട്. രാസകീടനാശിനി നിർമ്മാണം വൻ വ്യവസായമായി വളർന്നതോടെ ഇതര കീടനിയന്ത്രണ മാർഗങ്ങളിലെ ഗവേഷണങ്ങൾ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സാധാരണ കർഷകരിലേക്ക് അത്തരം സാങ്കേതിക വിദ്യകൾ എത്തിപ്പെട്ടിട്ടില്ല. വികിരണങ്ങൾ ഉപയോഗിച്ച് ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു സാധ്യത. ഫെറമോൺ കെണി പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നുണ്ട്. ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കണികകളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഫിറമോൺ കണികകൾ കാറ്റും ചൂടുമേറ്റ് ബാഷ്പീകരിക്കപ്പെടുന്നതും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതും ഇതിൻ്റെ പോരായ്മയാണ്. എന്നാൽ ഭൗതിക മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഫിറമോൺ കണികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ന് തയ്യാറാക്കാൻ കഴിയും. അടുത്ത എന്താണ്? ഇത്തരത്തിൽ ഒരുപാട് അളവിൽ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ വളക്കൂറിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ജൈവ വളങ്ങൾ പിന്തുടരണമെന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയും. അതിലേക്ക് വരുന്ന സമയത്ത് മാലിന്യ സംസ്കരണം, ഇപ്പോൾ ജൈവ മാലിന്യങ്ങളൊക്കെ കമ്പോസ്റ്റ് നിർമ്മാണത്തിലൂടെയും ബയോഗ്യാസ് ഉൽപ്പാദനത്തിലൂടെയും കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ നിർമ്മാണം, മത്സ്യത്തീറ്റ നിർമ്മാണം ഇവയിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജൈവ മാലിന്യങ്ങൾ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാറുന്ന കാഴ്ചപ്പാടുകളിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യക്കനുസൃതമായി കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വൻതോതിൽ പ്രചരിക്കപ്പെട്ടത്. ഇതോടൊപ്പം വളങ്ങളുടെ കീടനാശിനിയുടെയും ഉപയോഗവും വ്യാപകമായി. വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഹയർ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ, പുറത്തുനിന്ന് അകത്തേക്ക്. എന്നാൽ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിൻ്റെയും വർദ്ധിച്ച ചെലവിൻ്റെയും പേരിൽ ഈ കൃഷിരീതി വിമർശിക്കപ്പെട്ടു. പുറമേ നിന്ന് വന്നവയുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയെ സുസ്ഥിരമാക്കൂ എന്ന കാഴ്ചപ്പാടിലൂന്നിയുള്ള ലെയ്സ, ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന രീതിക്ക് വ്യാപകമായ അംഗീകാരം ലഭിച്ചു. അടിയന്തര ഘട്ടത്തിൽ മാത്രം വളങ്ങളും കീടനാശിനികളും നിയന്ത്രിതമായ അളവിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ രീതിയുടെ അടുത്ത ഘട്ടമായി ലക്ഷ്യമാക്കുന്നത് ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന സ്വയം പര്യാപ്തമായ, പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത നെയ്സ. 3 ഹെയ്സ, ലെയ്സ, നെയ്സ എന്നതാണ്. അപ്പോൾ നെയ്സയുടെ ഫുൾ ഫോം നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന സാധ്യതയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇനി വിളയിക്കാം വൈവിധ്യങ്ങൾ എന്നാണ്. ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷിമേഖലകളുണ്ട്. സാഹചര്യവും സാധ്യതയും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ചില കൃഷിരീതികളൊന്ന് കന്നുകാലി പരിപാലനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മാംസത്തിനും കാർഷികാവശ്യങ്ങൾക്കും പാലിനും ഒക്കെ വേണ്ടിയിട്ടാണ്. പശുവിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, വെച്ചൂർ. എരുമ, മുറ, നീലിരവി, ബദാവരി, തലശ്ശേരി, ജംനാപ്യാരി, ബോയർ എന്നിവ ആടിൻ്റെ ഇനങ്ങളാണ്. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷിപരിപാലനം, മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നു. കോഴി ഇനങ്ങൾ ഏതൊക്കെയാണ്? അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ തുടങ്ങിയവയാണ്. താറാവ് മസ്കവി, ചാര, ചെമ്പല്ലി. കാട ഇനങ്ങൾ ജപ്പാനീസ്, ബോബ് വൈറ്റ്. സെറികൾച്ചർ എന്നാൽ
പുഴുക്കളെ വളർത്തുന്ന ആ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്നത് സെറികൾച്ചർ എന്നാണ്. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. മൾബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. പിസികൾച്ചർ എന്താണ്? പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കട്ല, എന്നിവ ഭക്ഷ്യ ആവശ്യത്തിനാണ്. അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയും വളർത്തുന്നു. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര തുടങ്ങിയവ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതി. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ വിപണി സാധ്യതയുള്ള പൂക്കളാണ്. എപ്പികൾച്ചർ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ്. ഔഷധഗുണമുള്ളതും പോഷകമൂല്യമുള്ളതുമായിട്ടുള്ള തേൻ ഉൽപ്പന്നമാണ് തേൻ. കോലൻ, മെല്ലിഫറ, ഞൊടിയൻ എന്നീ ഇനത്തിൽപ്പെട്ടതിനെയാണ് സാധാരണയായിട്ട് വളർത്തുന്നത്. ക്യൂണികൾച്ചർ ശാസ്ത്രീയമായ മുയൽ വളർത്തലാണ്. മാംസത്തിനും അലങ്കാരത്തിനും വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ് എന്നീ ഇനങ്ങൾ. പിന്നെ അങ്കോറയെ രോമത്തിനായിട്ട് വളർത്തുന്നു. ഗ്രേ ജയൻറ്റും വൈറ്റ് ജയൻറ്റും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മാംസത്തിന് വേണ്ടിയിട്ടാണ്. അങ്കോറയെ രോമത്തിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. മഷ്റൂം കൾച്ചർ അറിയാം. കൂണാണ്. പാൽക്കൂണ്, ചിപ്പിക്കൂണൊക്കെ സാധാരണ കൃഷി ചെയ്യുന്നവയാണ്. ഹോർട്ടിക്കൾച്ചർ പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത്. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പദങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഔഷധ സസ്യകൃഷിയുണ്ട്. അതിലേതൊക്കെയാണ് വരുന്നത്? തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയവ ഇതിൽ വളർത്താവുന്നതാണ്. അടുത്തത് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കൃഷി സംവിധാനങ്ങളാണ്. ഇതൊക്കെ വ്യത്യസ്തമായ രീതികളാണ്. അതിലൊന്നാമത്തേതാണ് പോളി ഹൗസ് ഫാമിംഗ്. പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളി ഹൗസ്. പോളി ഹൗസിലെ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യവളർച്ച വേഗത്തിലാകും. വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെ നൽകുന്നു. വെള്ളത്തിലെ പോഷകങ്ങൾ ലയിപ്പിച്ചിട്ട് തുള്ളി നനയിലൂടെയാണ് ഇവിടുത്തെ കൃഷി നൽകുന്നത്. പോളി ഹൗസുകളുടെ വശങ്ങൾ വല ഉപയോഗിച്ച് മറക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും. തുടക്കത്തിൽ ചിലവേറുമെങ്കിലും സാധാരണ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് അധികം വിളവ് ഇതിൽ നിന്ന് ലഭിക്കുന്നു. പോളിത്തീനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതാണ് പ്രിസിഷൻ ഫാമിംഗ്. കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുന്നു എന്നത് ഇതിൻ്റെ മേന്മയാണ്. ഇത് ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അപ്പോൾ പോളി ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്. മണ്ണില്ലാതെയും കൃഷി ചെയ്യാം. എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും ആണ് ഇതിൽ പറയുന്നത്. മണ്ണിൻ്റെ ഘടനാ വ്യത്യാസം, ജലസേചന സൗകര്യമില്ലായ്മ തുടങ്ങിയ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചുകൂടെ? അതിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും കണ്ടുപിടിച്ചിട്ടുള്ളത്. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് ഇത് എയറോപോണിക്സ് എന്ന് പറയുന്നത്. എയറോപോണിക്സ്. ഓക്കെ, ഇത് ഹൈഡ്രോപോണിക്സിൻ്റെ ചിത്രമാണ്, ഇത് എയറോപോണിക്സിൻ്റെ ചിത്രമാണ്. ഓക്കെ, അത് രണ്ടും ഒന്ന് നോക്കി വെക്കുക. ഇനി ഇതിൽ പറയുന്നത് നാട്ടിനങ്ങൾ, അതായത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഇനങ്ങൾ, സങ്കര ഇനങ്ങൾ ഉപയോഗിക്കുക. ഏറ്റവും കൂടുതൽ വിളവിന് വേണ്ടി സങ്കര ഇനങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഭാഗത്ത് ഓരോ ഇനത്തിൻ്റെയും നാടൻ ഇനങ്ങളെ പറ്റിയാണ് പറയുന്നത്. മാവിൻ്റെ നാടൻ ഇനങ്ങൾ ഏതൊക്കെയാണ്? മൂവാണ്ടനും കിളിച്ചുണ്ടനും. വാഴ ഞാലിപ്പൂവൻ, പാളയംകോടൻ. പശുവിൻ്റെത് വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ. ആട് മലബാറി, അട്ടപ്പാടി, ബ്ലാക്ക്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് പിന്നെ കൂട്ടായ്മ ഓൺലൈനിലൊക്കെ ആയിട്ട് ഉണ്ടാവുന്നതാണ്.
ഓക്കെ, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ മറ്റ് കൃഷി രീതികളാണ് മട്ടുപ്പാവ് കൃഷി, ഗ്രോ ബാഗിലെ കൃഷി, വെർട്ടിക്കൽ ഫാമിങ് തുടങ്ങിയവ. ഇത്രയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്.